മനുഷ്യരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, വാട്ട് ആർ യു അച്ചീവിങ്? നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് കൂടുതലാണെന്ന് തോന്നാറുണ്ട്. എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ ചോദ്യം എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് പോയി ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ചോദ്യം, ഇതിൽ നിന്ന് എന്താണ് ബെനഫിറ്റ്? വാട്ട് ആർ യു അച്ചീവിങ് ഫ്രം ദിസ്? പക്ഷെ നസ്രത്ത് പഠിപ്പിക്കുന്നു മറ്റൊരു ചോദ്യം ചോദിക്കാൻ, വാട്ട് ആർ യു ബിക്കമിങ്? വാട്ട് ആർ യു ബിക്കമിങ്? നിന്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ, പ്രിയപ്പെട്ടവളുടെ കൂടെ നീ ഒരല്പസമയം ഇരിക്കുമ്പോൾ ഉടനെ ചോദിച്ചു കളയരുത്, വാട്ട് ആർ യു അച്ചീവിങ്? മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ഒരല്പം നേരം ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കാം നമ്മൾ, വാട്ട് ആർ യു അച്ചീവിങ്? അപ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് നോട്ട് പ്രൊഡക്റ്റീവ് ടൈം. ഏത് കാറ്റഗറിയിൽ? അതായത് നമുക്ക് ഇങ്ങോട്ട് മോണിറ്ററി ബെനഫിറ്റ്സ് കിട്ടാത്ത, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാത്ത എല്ലാ സമയങ്ങളെയും നമ്മൾ വിളിക്കുന്നത് അൺപ്രൊഡക്റ്റീവ് ടൈം എന്നായിരിക്കുകയാണ്. മെച്ചമില്ലാത്ത സമയങ്ങൾ. ലോകം പഠിപ്പിക്കുന്നു വാട്ട് ആർ യു അച്ചീവിങ്? എന്താണ് നേടുന്നത്? പക്ഷേ ദൈവം പഠിപ്പിക്കുന്നത് വാട്ട് ആർ യു ബിക്കമിങ്? വാട്ട് ആർ യു ബിക്കമിങ്? നീ എന്തായിത്തീരുകയാണ്? നീ അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നീ എന്താണ് ആയിത്തീരുന്നത്? നിന്റെ കുടുംബത്തോടൊപ്പം ഒരു സമയം ചിലവഴിക്കുമ്പോൾ വാട്ട് ആർ യു ബിക്കമിങ്? യു ആർ ബിക്കമിങ് ബെറ്റർ. നീ കർത്താവിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതായിരിക്കരുത് ചോദ്യം. അത്തരമൊരു ചോദ്യമാണ് സ്പിരിച്വാലിറ്റിയെ ഇന്ന് കാണുന്ന ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് കൊണ്ടുപോകുന്നത്. വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതായി ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളുടെ പോലും മോട്ടീവ്. വാട്ട് ആർ യു അച്ചീവിങ് എന്നുള്ളതല്ല, മറിച്ച് വാട്ട് ആർ യു ബിക്കമിങ്? നീ എന്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇരിപ്പിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ? വാട്ട് ആർ യു ബിക്കമിങ്? അഭിമാനമായി വാഴും മരിയാമ്പികേ, നീരിൻ തിരിനാളമായി വരണേ അകതാരിൽ നീ. അപമാനഭാരം പേറുന്ന എൻ അതിലോലഹത്തിൽ നീ ചേരണേ. ആശ്വാസമായി അമലേ വരൂ. ആരിൻ അഭിമാനമായി വാഴും മരിയാമ്പികേ. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. നമുക്ക് അകത്തു തന്നെയുള്ള വെളിച്ചത്തിലേക്ക് എത്താൻ നമ്മുടെ വ്യാകുലതകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കും വിധമുള്ള വിശ്വാസത്തിൻ്റെ ഒരു കുതിപ്പ് ആവശ്യമാകുന്നു. ആ ഉൾവെളിച്ചത്തിൽ എത്താൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ മങ്ങിയില്ലാതാകുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിത വ്യഗ്രതകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും ദൈവിക പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള പ്രചോദനത്തിനായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ.